വണ്ടി എടുത്ത് കഴിഞ്ഞാൽ കുറെ കംപ്ലൈന്റ് ഒക്കെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും എക്സ്പെർട്സ് എടുക്കാത്ത രീതിയിലത്തെ കാര്യങ്ങളായിരിക്കും അവൻ പറയുന്നത്. അതുകൊണ്ട് ഡ്രൈവ് ഷാഫ്റ്റ് 9500 കിലോമീറ്റർ പോയി ഫ്രണ്ട് എടുത്ത. അത് കഴിഞ്ഞ് ഷോറൂമിൽ കൊടുത്തവൻ പണിത്. അതിനുശേഷം പിന്നെ വണ്ടിയിൽ നിന്ന് വൈസ് സ്മോക്ക് വന്നു തുടങ്ങി. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ ചാനൽ. ഇന്ന് നമ്മളൊരു പോഡ്കാസ്റ്റ് സെറ്റപ്പിൽ എക്സ്പൾസ് റാലി പ്രോണ് ഉണ്ടാക്കിയത് ആദ്യത്തിന്റെ വണ്ടിയാണ്. അപ്പൊ എന്താ പറയാം, ഈ ഒരു വണ്ടി R15 V4 M അല്ലേ എന്നടാ, ആ M കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. നീ ആ വണ്ടി എടുത്തിട്ട് എത്ര കിലോമീറ്റർ ഓടിയായിരുന്നു? ഞാനൊരു 36 കിലോമീറ്റർ ഓടി. 36,000 കിലോമീറ്റർ ഓടിയിട്ട് ആ വണ്ടി കൊടുത്തിട്ടാണ് ഇതിലോട്ട് പോയതിന് കാരണം എന്താണ് നീ എടുക്കാൻ മെയിൻ കാരണം? മെയിനായിട്ട് ഇതിന്റെ ഹൈറ്റ് കാര്യങ്ങള്. അന്നേ അത് ഇതെടുക്കാതെ എന്തിനാണ് അതും എടുത്ത? മൈലേജ് കാര്യങ്ങള് വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഇല്ല. ആവറേജ് പണിഞ്ഞ് കഴിഞ്ഞാൽ മോഡിഫൈഡ് ചെയ്താണാകും. അതുകൊണ്ട് പിന്നെ എന്ത് കോളഞ്ഞായ വണ്ടി പെട്ടെന്ന് പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് മാറാന്ന് വിചാരിച്ചു, ഒരു ചേഞ്ച് ആയിരിക്കാന്ന് വിചാരിച്ചു. അതിന്റെ EMI ഒക്കെ അടച്ചു തീർന്നിട്ട് അല്ലാതെ നീ മാറിയത്? അല്ല, കുറച്ച് EMI കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു റേറ്റ് ഇട്ടായിരുന്നു. അതിന്റെ ഒരു കാൽഭാഗം അതിന്റെ CC അടയ്ക്കാൻ വേണ്ടി ക്ലോസ് ചെയ്തു. ബാക്കി ഇതിന് ഷോറൂമിലാണ്? ഷോറൂമിൽ, ഹീറോയുടെ ഷോറൂമിൽ കിലോമീറ്റർ 1,30,000 വിറ്റ് വിറ്റല്ലേ. എക്സ്ചേഞ്ച് അടിച്ചതിന് ശേഷം പിന്നെ ഇതിന്റെ കുറച്ച് പെറ്റി ഉണ്ടായിരുന്നു. അതിന് എത്ര പെറ്റി ഉണ്ടായിരുന്നു? എല്ലാം കൂടെ ഒരു 12,000 ഒരു 13,000 അടുപ്പിച്ചുണ്ടായിരുന്നു. അതില് അത്ര അടയ്ക്കാനില്ലായിരുന്നു, കുറച്ചും കൂടെ ഒരു 7,000 സംതിങ് അടയ്ക്കാമല്ലോ. ബാക്കിയൊക്കെ അടച്ചായിരുന്നു. അത് ഹെൽമെറ്റ് ഇല്ലാത്തതിനാണ്? എക്സോസ്റ്റിനുണ്ട്, ഹെൽമെറ്റ് ഇല്ലാത്തതിനുണ്ട്, പിന്നെ ടെയിൽ കേടി മാറ്റിയതിന്റെ അത് ഇത് ഓരോന്നൊക്കെ എല്ലാത്തിന്റെ ഉണ്ട്. അപ്പൊ പിന്നെ കൊടുത്ത ഒഴിവാക്കിയല്ലേ? ഒഴിവാക്കിയതാ. അത് കൊടുത്തപ്പോ എത്ര രൂപയാണ്? 130 അതിന്റെ റേറ്റ് ഇട്ടത്. 130 അത്രയും കിട്ടിയായിരുന്നു. അപ്പൊ ഈ വണ്ടി എടുക്കാൻ നേരത്തെ എത്ര കുറഞ്ഞു കിട്ടി? ഇതെടുക്കാൻ എക്സ്ചേഞ്ച് 130 ഇട്ടാലും എനിക്ക് CC കുറച്ച് ക്ലോസ് ചെയ്യണ്ടായിരുന്നു അതിന്റെ. അപ്പൊ 130 കുറച്ച് CC ക്ലോസ് ചെയ്ത് കുറച്ച് പെറ്റിയും കൂടെ അടച്ചിട്ട് അതിൽ ബാക്കി വന്ന എമൗണ്ട് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് ആക്കി. ഇതിന് ഡൗൺ പേയ്മെന്റ് എത്ര അടച്ചായിരുന്നു? ഒരു 88 89 അടുപ്പിച്ചാണ്. ഇതിന് മൊത്തം ഓൺ റോഡ് പ്രൈസ് എത്ര രൂപ? 2,04,000. അപ്പൊ ഇനി നിനക്ക് എത്ര അടയ്ക്കാണ്ട്? എനിക്കിനി 3 വർഷത്തേക്കാണ് എടുത്തേക്കണം. ഇപ്പൊ മന്ത്ലി എനിക്ക് 5,600 സംതിങ് EMI വരും. അപ്പൊ EMI കാര്യമൊക്കെ ഞാൻ പറയുന്ന കാട്ടി എടുത്ത ആൾ തന്നെ പറയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ ഇത് ഞാൻ ഒരു റൈഡ് റിവ്യൂ ഇടുന്നതല്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോകും. പിന്നെ റൈഡ് റിവ്യൂ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വൈറ്റ് നീ 100 വെച്ചാണ്ട വണ്ടി ഒന്ന് 3 ഇരിക്കണേ. നിനക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? എനിക്ക് കറക്റ്റ് ഹൈറ്റ് അറിയാൻ വയ്യ, എന്നാലും എനിക്കിപ്പോ 2 കാലിന്റെ വിരൽ മാത്രമേ എത്തത്തുള്ളൂ. പോന്ന് കറങ്ങി വാ. ഇസവിന് കാലൊക്കെ ഇത്ര മാത്രമേ എത്തുള്ളൂ. വളയ്ക്കുന്ന കൈയൊക്കെ അടിച്ചു തരാം. വണ്ടിയും കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. എങ്കിലും 2 വണ്ടി തമ്മിൽ ആനയായിരുന്നു തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഹൈറ്റിൽ. ഞാൻ ഒന്ന് അവൻ്റെ വണ്ടി കയറി കാണിച്ചു തരാം. ഇറങ്ങിയാ ഞാൻ ഒരു 6 അടിക്ക് മുകളിലുണ്ട്. എനിക്ക് തന്നെ ഇത് കറക്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്. ഇപ്പൊ ഇത് എങ്ങനെ ഓട്ടിക്കണം എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഓട്ടിച്ചോണ്ട് പോകാൻ പിന്നെയും കുഴപ്പമില്ല. ബാക്കിലോട്ടൊക്കെ വലിക്കാൻ വേണ്ടി എന്തിനാ ബാക്കിലോട്ട് ആളുണ്ടെങ്കിൽ ആളെ കൊണ്ട് ബാക്കിലോട്ട് വലിപ്പിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ഫ്രണ്ട് എങ്ങനെയും കറക്കി പോകാൻ പറ്റുന്ന രീതി നോക്കും. സ്റ്റാൻഡിൽ കുത്തി കറക്കുമല്ലേ? സ്റ്റാൻഡിൽ കുത്തി കറക്കിയിട്ടില്ല. ഏതായാലും അല്ലാതെ ഞാൻ കാലുകൊണ്ട് തന്നെ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ എങ്ങനെ ഗ്യാപ്പ് എടുത്തോണ്ട് പോകാൻ നോക്കും. മാക്സിമം പറ്റുന്ന രീതി ബാക്കിലോട്ട് എടുക്കാൻ നോക്കും. ഈ വണ്ടി നീ എടുത്തിട്ട് ഇപ്പൊ എത്ര ആളായി? എടുത്തിപ്പോ 1 മാസത്തിനകത്താകത്തേ ഉള്ളൂ. ഇതിന്റെ കവർ പോലും ഫ്രണ്ടിൽ നിന്ന് ഊരി മാറ്റിയിട്ടില്ല. എത്ര കിലോമീറ്റർ ആയത്? 1,300 സംതിങ് ഉണ്ടായതേ ഉള്ളൂ. ഈ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ കുറെ കംപ്ലൈന്റ് ഒക്കെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. കംപ്ലൈന്റ് കുറെ റിവ്യൂ കണ്ടായിരുന്നു ഞാൻ. എന്തൊക്കെ കംപ്ലൈന്റ് അറിഞ്ഞായിരുന്നു? കംപ്ലൈന്റ് ഹെഡിന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുള്ളേ. ഫ്രണ്ടിൽ ഡ്രൈവ് ഷാഫ്റ്റ് പോണതാ? അതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. കണ്ടില്ലേ? ഈ വണ്ടി ഇവിടെ ഒരു സരിയത്തിന്റെ ഉണ്ടായിരുന്ന വണ്ടി അറിയാമോ? എക്സ്പൾസ്. അപ്പൊ അത് ലാസ്റ്റ് കൊടുത്ത് ഒഴിവാക്കിയാണ് ചെയ്താ. എന്തറിയാമോ? ഫസ്റ്റ് അവന്റെ ഡ്രൈവ് ഷാഫ്റ്റ് 9,500 കിലോമീറ്റർ പോയി ഫ്രണ്ട് എടുത്ത. അത് കഴിഞ്ഞ് ഷോറൂമിൽ കൊടുത്തവൻ പണിത്. അതിനുശേഷം പിന്നെ വണ്ടിയിൽ നിന്ന് വൈസ് സ്മോക്ക് വന്നു തുടങ്ങി. പിന്നെ വാറന്റി ഉള്ളതുകൊണ്ട് എല്ലാം അവൻ ഫ്രീ ആയിട്ട് തന്നെ പണി. പക്ഷെ എപ്പോഴും ഷോറൂമിലായിരുന്നു. ലാസ്റ്റ് വണ്ടി ഓടിക്കാൻ പറ്റാൻ മടുത്താണ് കൊടുത്തത്. നീ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ എടുത്തതേ? അറിഞ്ഞിട്ടല്ലേ, ഞാൻ യൂട്യൂബിൽ കുറെ ഡൂക്ക് സണലിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അവന്റെ ഫ്രണ്ടിലത്തെ ഇതും പോയില്ല, ഡ്രൈവ് ഷാഫ്റ്റും പോയില്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് മാറണം കണ്ടില്ലായിരുന്നു. എത്ര വലിയ മാറിയത്? അവന്റെ 14 ഇപ്പൊ പോടാ. ഇപ്പൊ ഇടയ്ക്കല്ലേ പോയാ? നല്ല കിലോമീറ്റർ ഓടി. പക്ഷേ വണ്ടി 13,000 കൊണ്ടേ ഓടിക്കാനോടാ? അല്ലല്ല, അതിൽ കൂടുതലായി കാണും. ഇല്ലല്ല, ഇത് 14,000 പോകും. കാരണം എന്റെ വണ്ടിയിൽ 60,000 ഇതുവരെ ഡ്രൈവ് ഷാഫ്റ്റ് ഒരു കുഴപ്പമില്ല. ഇതിന് പെട്ടെന്ന് ആ സാധനം പോകും. പിന്നെ ഷോറൂമിൽ അത്ര നല്ലതല്ലെന്ന് തോന്നി. ഇതുവരെ ഷോറൂമിൽ പോയിട്ടുണ്ടോ? ഷോറൂമിൽ സർവീസിന് മാത്രം പോയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. കിളിമാനൂരാ കൊടുത്തെ. ആറ്റിങ്ങെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ബുക്ക് ചെയ്യാൻ നേരത്ത് ഫുള്ളായിരുന്നു. അവിടെ കിളിമാനിൽ കൊടുത്ത കുറച്ച് ലാഗായിട്ട് ആയാലും കിട്ടി. ഇതിന്റെ ഷോക്ക് നല്ല സോഫ്റ്റ് ആണ്. ഇത് ചുമ്മാ ക്യാരി ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു സെയിം ഷോക്ക് കയറ്റിയാണ് എന്റെ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടിയേക്കുന്നത്. പക്ഷെ ഇത്രയും ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഇല്ല. ഇത് ക്യാരി ചെയ്താലേ നമുക്ക് കുറച്ച് ഓഫ് റോഡൊക്കെ അറിഞ്ഞ് പിന്നെ ക്യാരി പോകാൻ വേണ്ടി നോക്കും. നിനക്ക് ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി എക്സ്പൾസ് അല്ലാതെ ഹിമാലയം വല്ല എടുക്കാൻ വല്ല ഇതുകൊണ്ടായിരുന്ന? ഇല്ല, ഹിമാലയ നല്ല മെയിൻ്റെനൻസ് ഉണ്ടെന്നാണ് എല്ലാവരും അറിഞ്ഞത്. പിന്നെ റേറ്റിംഗ് കൂടുതലാണ്. റേറ്റിംഗ് കൂടുതലാണ്. ഇതിന് മൈലേജ് ഒക്കെ എത്ര കിട്ടും? മൈലേജ് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല.
ഇതിൽ കാണിക്കില്ലേ മീറ്ററിൽ എനിക്കത് ഞാൻ ചെക്ക് ചെയ്യണത് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന് മീറ്ററിൽ നോക്കേണ്ടത്. ടാങ്ക് അടിച്ചിട്ട് ചെക്ക് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ തിരിച്ചു പോണ പോക്കിൽ ഒന്ന് അടിച്ചു നോക്കണം. എന്നിട്ട് വൈല എത്ര ഉണ്ടോ തുടങ്ങി അഥവാ പറയണെങ്കിൽ അതുകൂടെ ഞാൻ ഇതിൽ ഇട്ടേക്കാം. ഈ വണ്ടി എടുത്തിട്ട് നീ എവിടെയൊക്കെ പോയതായിരിക്കും? ഞാനിപ്പോ വർക്ക് ചെയ്യണത് ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറാണ് ഞാൻ വർക്ക് ചെയ്യണത്. അവിടെ ഡ്രൈവിങ്ങും ഓപ്പറേറ്ററിങ്ങും എല്ലാം ആയിട്ടാണ്. ഇവിടെ ഇതും കൊണ്ട് അവിടെയാണ് പോകണം. അപ്പൊ അവിടെ ഫുൾ ഓഫ് റോഡിംഗ് ആണ്, മലയും കാര്യങ്ങളൊക്കെയാണ്. ഈ കാലത്താ നീ എങ്ങനെ വണ്ടി വീഴാൻ നോക്കും? ഞാൻ അങ്ങനെ ഓവറായിട്ടുള്ള ഓഫ് റോഡ് കയറൂല. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് മാത്രമേ അറ്റൻഡ് ചെയ്യും. വീണ് കഴിഞ്ഞാൽ പോയില്ലടാ. വീണ് കഴിഞ്ഞാൽ കൈ നിൽക്കത്തില്ല. കാരണം ഞാൻ റോഡിന്റെ സൈഡിലായാലും ഒരു കയറ്റത്തൊന്നും ജസ്റ്റ് ഒന്ന് കാലും വളഞ്ഞപ്പോൾ തന്നെ അവന്റെ സൈഡിലോട്ട് ചരിയുമ്പോൾ നല്ല രീതിക്ക് വെയിറ്റ് വരും. കുറച്ചു നേരം നിന്നതിന് ശേഷം മാത്രമേ പിടിച്ച് നോക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്കിത് എന്റെ ഓഫ് റോഡ് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോകും, ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട്. ലിമിറ്റ് കഴിഞ്ഞാൽ പോകും. പക്ഷെ എനിക്ക് ഹൈറ്റ് കൂടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു സൈഡിലോട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാലിലെ വെയിറ്റ് നല്ലതായിരിക്കും. റോഡിലൊന്നും ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. കോർണറിങ്ങിന് ആയാലും ബാക്കി എല്ലാത്തിനും. അത് എന്റെ വണ്ടി ഹൈറ്റ് കൂട്ടിയപ്പോഴേ കോർണറിങ് എനിക്ക് നല്ല രീതിക്ക് സെറ്റ് ആയിരുന്നു. ഇതില് ബാക്കിൽ ആള് കയറുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങിയിരുന്ന് അത് നമുക്ക് കയറും എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് വേണ്ടിയുള്ള സസ്പെൻഷൻ ആണ് ഇത്. അപ്പൊ ബാക്കിൽ ഒരാളോട് കയറുമ്പോഴത്തേക്ക് വണ്ടി നല്ല രീതിയിൽ ഒന്ന് താരും. ഒരുമാതിരി ഇങ്ങനെ പൊങ്ങിയിരുന്ന് പോകുന്നുണ്ട്. അതായത് ബാക്ക് താരും. നമ്മളെ പഴയ എക്സ്പൾസ് ഉണ്ടല്ലോ സാധാ, അതിലിപ്പോ ഒരാളെ നമുക്ക് ബാക്കി കയറ്റുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം നല്ല രീതിയിൽ വണ്ടി താന്നിരിക്കും. പക്ഷെ അതൊരു ഫീൽ കിട്ടത്തില്ല നമുക്ക് ഓഫ് റോഡ് പോയാലും. എന്തായാലും ആ എക്സ്പ്രഷന് വലിയ കംപ്ലൈന്റ് ഇല്ല ഇതിന്റെ അത്ര. അത് കംപ്ലൈന്റ് ഇല്ല. അത് എങ്ങനെയായാലും ചവറുകൾ കിടന്ന് ഓടനെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഓടുന്നുണ്ട്. ഈ ഒരു റാലിത്തിന് ഹൈറ്റ് കൂടിയതിനു ഇത്രയും കംപ്ലൈന്റ് പറഞ്ഞ നീ വെള്ളത്തിലൊന്നും ഇറക്കിയായിരുന്ന? വെള്ളത്തിൽ ചെറുതായിട്ടുള്ള ഇതൊക്കെ ഇറക്കിയിട്ടുള്ളൂ. കയറി പോയിട്ടുണ്ട്. വീഡിയോസ് ഞാൻ എടുത്ത് എന്റെ വേറെ ഫോണാണ് ഞാൻ വീഡിയോസ് ചെറിയൊരു ഒരു തോട് പോലെ അതിൽ കൂടെ അടിച്ചോണ്ട് പോയിട്ടേ. ഇതിൽ സൈലൻസർക്ക് ഇത്രയും ഹൈറ്റ് ചെയ്തുകൊണ്ട് വെള്ളം കയറില്ല. വെള്ളം കയറത്തില്ല. ഞാൻ സൈലൻസർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. നോറഫോമീറ്റർ കയറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. സൗണ്ട് ഒക്കെ അടുത്ത വെറ്റി കഴിക്കാൻ അത് സീനില്ല. എന്തായാലും കയറ്റണം. എടുത്തിട്ട് ആൾട്രേഷൻ ആയിട്ടൊക്കെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഞാൻ ബാക്ക് ടെയിൽ ടേഡി കട്ട് ചെയ്തായിരുന്നു. ഓ മറ്റേ എൻഡ്യൂറോ ടെയിൽ ടേഡി കട്ട് ചെയ്ത് വെച്ച്. വേറെ റിവറ്റ് പൊട്ടിച്ചാടാ? റിവേറ്റ് പൊട്ടിച്ചതിന് ശേഷം അല്ലാണ്ട് ചെയ്യാതെ വേറെ റിവേറ്റ് അടിച്ചില്ലേ? അപ്പൊ ഇത് വേറെ നമ്പർ പ്ലേറ്റ് വെച്ചേക്കുന്നത്? അല്ലല്ല, കമ്പനി നമ്പർ പ്ലേറ്റ് തന്നെ. അടിച്ച സമയത്ത് ഇത് ചെറിയ ക്ലാമ്പിൽ ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് മാറിയാൽ തന്നെ. അതുകൊണ്ട് ഇതിന്റെ അകത്തുനിന്ന് ഒരു ക്ലാമ്പ് വെച്ചിട്ടുണ്ട്, ഈ സൈഡിൽ നിന്ന് ഒരു ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഴയ റിവേറ്റ് പൊട്ടിച്ചിട്ട് റിവേറ്റ് തന്നെ അടിച്ചിട്ടുണ്ട്. ഈ ടെയിൽ ടിക്ക് എത്രയായി? ഈ ടെയിൽ ടി 1800 രൂപയായി. അത്രയും ഈ ടെയിൽ ടിക്ക് എല്ലാം കൂടെ ഇൻഡിക്കേറ്ററും ഇൻഡിക്കേറ്റർ ഇതിന്റെ തന്നെ സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ തന്നെ വെച്ചേക്കണം. ആ വർക്ക് ചെയ്തതിന്റെ എല്ലാം കൂടെ ചേർത്ത് 1000 സംതിങ് ആയത്. അത്രയല്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ ചെളി അടിച്ച് മോളിൽ കയറോ? നല്ല രീതിയിൽ കയറും. തന്നെയല്ലേ? നല്ല രീതിയിൽ കയറും. അപ്പൊ ഈ ഒരു എൻഡ്യൂറ ടെയിൽ ടി വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് പോകണവന്റെ കാര്യം തീരുമാനമാവും. അതേപോലെ വെള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഫുൾ തീരുമാനമാവും ഇതിന്റെ കാര്യത്തിൽ. സീറ്റിന്റെ പാതി വരെ വരും ചെളി വരും. ഇതിൽ പില്ലിയൻ വെച്ചോണ്ട് ഓടിക്കാൻ എങ്ങനെയാണ് കംഫർട്ട്? ഇതിപ്പോ നമുക്ക് ലോങ് ഓടിക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്കുള്ള വട്ടക്സ് പെയിൻ വരും. നല്ല രീതിക്ക് ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ലോങ് ഓടുമ്പോഴത്തേക്ക് നമുക്ക് അത് ഫീൽ ചെയ്യും. തോന്നില്ല. എനിക്ക് സീറ്റ് വെച്ച് കുറച്ചിങ്ങനെ അടുത്തിരിക്കണോണ്ടായിരിക്കും വൈഡാനും കുഴപ്പമില്ല. റാലി സീറ്റ് കയറ്റാൻ വേണ്ടി റാലി സീറ്റ് കയറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്ക് പെയിൻ വരുമെന്ന് ഞാൻ അറിഞ്ഞു. മിക്കുള്ള സിംഗിൾ അല്ലേ പോണ? സിംഗിളാ പോണ. എന്നാലും റാലി സീറ്റ് ആകുമ്പോൾ നല്ല രസമാണ്. സിംഗിളിന് നല്ലതാ. അതായത് സെന്റർ ഭാഗത്ത് നല്ല രീതിയിലുള്ള വജ്ജിക്കുണ്ട്. അതുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയി. V4 വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനല്ലേ കംഫർട്ടബിൾ? V4 എന്ന് വെച്ചാൽ നടു ഷോൾഡർ പെയിൻ. V4 ഞാൻ ഇടുക്കി പോയിട്ട് പറഞ്ഞ അതിലായിരുന്നു. ഹെൽമെറ്റിന്റെ വെയിറ്റും ഷോൾഡർ പെയിനും. ഇതിന് വേറെ ഹെൽമെറ്റ് വാങ്ങിച്ചില്ലേ? മറ്റേ ഓഫ് റോഡ് മേടിക്കുന്നുണ്ട്. എന്റെ പഠിക്കുന്ന റൈഡർ സ്റ്റൈറ്റ് ആയി ഇരിക്കണം. ഒന്ന് ഓഫർ എന്തെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഇതില് എന്റെ ഫ്രണ്ടിന്റെ ഒരു ഹെൽമെറ്റ് ഞാൻ എടുത്തു. അതാണ് ഫോട്ടോ ഇട്ടിരുന്ന. അതിപ്പോ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ വർക്കലേക്ക് പോകാൻ വേണ്ടി. ഇതില് അല്ലാതെ മോഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റിട്ടൊക്കെ കളിച്ചു നോക്കിയായിരുന്നാ നീ? ഞാൻ ഓഫ് റോഡ് മോഡിട്ട് കളിച്ചു നോക്കിയായിരുന്നു. വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റിലെല്ലാം അടിച്ചു കയറി പോകുന്നുണ്ട്. ഒന്ന് നമ്മൾ ഒന്ന് എണീച്ചു കൊടുത്താൽ മതി. പിന്നെ ഹെഡ്ലൈറ്റിംഗ് കാലൊക്കെ ഞാൻ കാണിച്ചില്ല. നല്ല ബ്രൈറ്റ്നസ് ഉണ്ടോ അവിടെ? നല്ല ഫോഗുള്ള ക്ലൈമറ്റ് അല്ലേ? നല്ല ഫോഗുള്ള ക്ലൈമറ്റ്. ഫോഗ് ലാമ്പിന്റെ ആവശ്യം വരും. ഫോഗ് ലാമ്പിന്റെ ആവശ്യം വരണം എന്തായാലും അവിടെ വേണ്ടി വരും. കാരണം എനിക്ക് ഇത് അത്രയായിട്ട് തോന്നിയില്ല. 10 മീറ്റർ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നു. 10 മീറ്റർ ഇതിന് ലൈറ്റ് പോകണോ? ലൈറ്റ് നമുക്ക് അവിടെ സ്വിച്ച് ഉണ്ട്. ആ സൈഡിൽ റൈറ്റ് സൈഡിൽ ആ ഏറ്റവും മുകളിലത്തെ സ്വിച്ച് അത് ബ്രൈറ്റ് ആണ്. ഏറ്റവും താഴെ. അപ്പൊ ഇതാണ് ഹെഡ്ലൈറ്റിംഗ് കാണലൊക്കെ. വണ്ടി സ്റ്റാർട്ട് ആക്കാൻ നേരത്തെ തന്നെ കുറച്ച് ആക്സിലേറ്റ് താനെ റൈസ് ആവുന്നുണ്ട്. ഇപ്പൊ പുതിയ മോഡലെല്ലാം അങ്ങനത്തെ സെറ്റപ്പാണ്. പിന്നെ ഇതിലിപ്പോൾ ബേസിക് ആയിട്ട് ഇപ്പോൾ ഫ്രണ്ട് കാണുമ്പോഴത്തേക്കാണ് ഇതിൽ എക്സ്ട്രാ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. എടാ നോർമൽ എക്സ്പൾസിന് ഇതിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട്? നോർമലില് ചാർജിങ് പോർട്ട് പറഞ്ഞില്ല, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ ലൈറ്റിന്റെ ഇതും. നീ എന്തായാലും മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് പറയും. നമുക്ക് അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇതിലേക്ക് മോഡിഫിക്കേഷൻ ഒക്കെ അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വണ്ടിയുടെ ചെയിൻ ടൈറ്റ് ചെയ്യുന്ന ചെറിയ വ്യത്യാസമുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഇത് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൻ ഒരു ദിവസം ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ അവൻ പറഞ്ഞത് ഇതിൽ ബാക്കിൽ ആളൊക്കെ ഇരുത്തി ഒന്ന് ലോഡ് ചെയ്തതിന് ശേഷമാണ് ചെയിൻ ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ കറക്റ്റായി ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സ്പൾസ് ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്ന അടയെ കൊണ്ട് കൊടുക്കണം. സെൻട്രൽ സ്റ്റാൻഡിൽ അപ്പോൾ പെഡോക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. അല്ല നമ്മൾ സ്വന്തമായിട്ട് പണിയണമെങ്കിൽ ഇരട്ടി പണിയിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ EMI എത്രയെന്നാ പറഞ്ഞാൽ? EMI 5500 സംതിങ്.
അപ്പോൾ EMI അടച്ച് വണ്ടിയുടെ മെയിൻ്റനൻസും പെട്രോളും എല്ലാം കൂടെ കയ്യിൽ നിൽക്കുമോ? കയ്യിൽ നിൽക്കണ കാര്യം സാലറി കിട്ടുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഇത് അങ്ങ് പോകും. പിന്നെ ഉള്ളത് കുറച്ച് ചെലവും കാര്യങ്ങളൊക്കെ ഉള്ളു. മാക്സിമം എല്ലാവരും ഇത് റെഡി ക്യാഷ് കൊടുത്ത് എടുക്കണായിരിക്കും നല്ലത്. കേട്ടല്ലോ, ജോലി ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. പക്ഷേ ഇങ്ങനെ EMI ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം പണിക്ക് പോകേണ്ടി വരും. നിന്റെ ഫസ്റ്റ് സർവീസ് എത്ര കിലോമീറ്ററിലായിരുന്നു? ഫസ്റ്റ് 1000 അല്ല, ഒരു 700 പറഞ്ഞേ. 500 ആയപ്പോഴേ വാർണിംഗ് എത്തി തുടങ്ങി. സർവീസ് വാർണിംഗ് ഉണ്ടല്ലേ? 500 ആകുമ്പോഴേ കത്തുന്നുണ്ട്. അവർ പറഞ്ഞായിരുന്നു 500 ആകുമ്പോഴത്തെ സർവീസ് വാർണിംഗ് കത്തും. 700-നകത്തായിട്ട് കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു 500-600 സംതിങ് 600 ആയപ്പോഴത്തേക്ക് കൊണ്ട് ചെന്നു. ഫസ്റ്റ് സർവീസ് എന്തൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു? ഓയിൽ ചേഞ്ച് ചെയ്ത്, വാട്ടർ സർവീസ് ചെയ്ത്. എത്ര റേറ്റായി? എല്ലാം കൂടി എനിക്ക് ഒരു 2000 സംതിങ് ആയിരുന്നു. 2000 സർവീസ്. ഓയിലിന് നല്ല റേറ്റ് ആണ്. 1 ലിറ്റർ സംതിങ് ഓയിൽ. ഒഴിക്കുന്നതിൽ നിന്റെ അടുത്ത സർവീസ് എത്ര കിലോമീറ്റർ? അടുത്തത് അവർ പറഞ്ഞേക്കണ 5000-ലാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഞാൻ വീഡിയോ എല്ലാം കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞ 5000 വരെ പോവല്ലേ, ഒരു 3000 അല്ലെങ്കിൽ 4000-നകത്ത് വെച്ച് ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ 5000-ന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഓയിൽ ചേഞ്ച് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ റിവ്യൂ എല്ലാം നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞ ഒരു 3000-4000-നകത്ത് വെച്ച് ഓയിൽ ചേഞ്ച് ചെയ്യണം, നല്ലതാണെന്ന് പറഞ്ഞു. ജസ്റ്റ് ഓയിൽ മാത്രം, ഓയിലും ഫിൽറ്റർ മാത്രമല്ലേ? എനിക്കിതിന്റെ ഈ വണ്ടിയുടെ ഒരു പാർട്സിന്റെ ഒക്കെ ഓവറോൾ ക്വാളിറ്റിയിൽ എന്ത് ഫീൽ ചെയ്യുന്നു ഇത്ര നാളെ വണ്ടി കൊണ്ടുവന്നിട്ട്? ക്വാളിറ്റിയില് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ വണ്ടി ഇതുവരെ ചരിഞ്ഞ് വീണയൊന്നും ഇല്ല ഇതുവരെ. എന്റെ V4 ആണെങ്കിൽ അറിയാലോ, ഫുള്ള് കിറ്റാണ്. ഒന്ന് വീണാ മതി, അപ്പോഴേ കുട്ടിയാവും. ഇതിലെനിക്ക് പറ്റില്ല, ഗാർഡ് വെക്കണമെന്നുണ്ടായിരുന്നു. മറ്റേ ചുമന്ന രീതിയിലെ ഗാർഡ് ഉണ്ട്, ബ്ലാക്ക് വെക്കാന്ന് വിചാരിച്ചു. കാരണം ഈ പോർഷനായിട്ട് ബ്ലാക്ക് അല്ലേ. ഇതിലെ ഈ ഒരു എഞ്ചിന്റെ ഹെഡിന്റെ ഭാഗത്ത് ചോപ്പായിരിക്കണം, എടുത്തായിരിക്കും കേട്ടോ എല്ലാ സ്ഥലത്തും. അടിപൊളിയാണ്. പിന്നെ ഈ ഒരു വണ്ടി സരിയത്ത് എന്ന് പറഞ്ഞ ഈ വണ്ടിയുടെ ഓണർ ഉണ്ട്, അവൻ പുതിയ എടുത്ത്. നീ എടുത്തിട്ട് എത്ര ആളായി? ഞാൻ എടുത്തിട്ട് ഇപ്പൊ ഒരു മാസത്തിനകത്താവും. ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ. അവ ഒരു വർഷം അടുപ്പിച്ച് CC ഒക്കെ അടച്ചാണ് വണ്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഞാൻ ആലോചിക്കാം. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ വിളിച്ചിട്ട് വീഡിയോ ഇടാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും എക്സ്പെർട്സ് എടുക്കാത്ത രീതിയിലത്തെ കാര്യങ്ങളായിരിക്കും അവൻ പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ അവനെയൊന്നും വിളിക്കുന്നില്ല. ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ നമുക്ക് വണ്ടിയിൽ നിന്ന് എണീച്ച് നിൽക്കേണ്ട ഒരു ഫീലാണ്. എണീച്ച് നിന്നാൽ വണ്ടി ഒന്നും അറിയാതെ പൊക്കോളും. വീഡിയോക്ക് ഒരു കൺക്ലൂഷൻ കൂടെ ഉണ്ട്. ഇനി ആരൊക്കെ എന്തൊക്കെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാലും ഒരു അഫോർഡബിൾ റേറ്റിൽ ഒരു പക്ക ഓഫ് റോഡ് ബൈക്ക് എക്സ്പെർട്സ് തന്നെയാണ്. ഇപ്പോൾ ഇനി ഹിമാലയൻ ആയാലും ഇപ്പോൾ ഒരു KTM-ന് ഒരു ഓഫ് റോഡ് ബൈക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോക്കറ്റ് കീറത്തേ ഉള്ളൂ. ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇന്നെന്തായാലും ആക്ഷൻ ക്യാമറ ഞാനൊന്നും എടുത്തില്ല, അതാണ് സെപ്പറേറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇനി മുതൽ നമ്മളിങ്ങനെ ഓരോ വണ്ടിയുടെ കാര്യങ്ങൾ പോഡ്കാസ്റ്റ് സെറ്റപ്പിൽ അതിൻ്റെ ഓണറിനെ വിളിച്ചിട്ട് പറയും. അപ്പോൾ അതായിരിക്കും ബെറ്റർ. അല്ല അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നാൽ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. റൈഡ് റിവ്യൂ ഞാൻ പറയും, ബാക്കി യൂസർ എക്സ്പീരിയൻസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചില മിക്കുള്ളവന്മാരും ഇൻട്രോവേർട്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിനേക്കാൾ സ്ക്രീനിൽ വരുന്ന പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി അടിച്ചേക്ക്. ഇതുപോലെ കൂടുതൽ കണ്ടസ്റ്റായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ നിർത്തിക്കോ.